ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേസ്തുഭ്യം നമോ നമാം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. അത് തൃക്കേട്ട നക്ഷത്രക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി ആയിരിക്കുന്ന ഈ നക്ഷത്രത്തിന് 2025 ദൈവാധീനം ഉള്ള ഒരു വർഷമാണ്. പൊതുവെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. പ്രധാനമായിട്ട് കണ്ടകശനി മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. എങ്കിലും വളരെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞു പോയ വർഷം പല വിധത്തിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നാശങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും മാനാപമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാർ 2025 അതിൽ നിന്നെല്ലാം മുക്തി നേടി വിജയത്തിലെത്തും. അതായത് ദൈവാധീനവുമുണ്ട്, കണ്ടകശനി മാറുന്നു. അത് ഒരു പ്രധാന കാര്യമാണ്. അതായത് തൊഴിൽ ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ടും ദൃഷ്ടി പോലെ തന്നെയാണല്ലോ സ്ഥിതിയും വരിക. അപ്പോൾ തൊഴിൽ ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം വന്ന് തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് വലിയ വലിയ കടങ്ങളിലൊക്കെ വന്ന ഓരോ വ്യക്തികൾക്കും അതെല്ലാം മാറി തൊഴിൽ പുരോഗതി വരും എന്നുള്ളതാണ് 100% ഉള്ള നേട്ടം. തൊഴിൽ പുരോഗതി വരുമ്പോൾ ധന ആഗമന യോഗമുണ്ട്. ധനം വരുമ്പോഴാണല്ലോ നമുക്ക് കടങ്ങളൊക്കെ വീടുവാനും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നത്. ആഗ്രഹത്തിന് അനുസരിച്ച് വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും ഗൃഹോപകരണങ്ങളായാലും ഗൃഹം പുതുക്കിപ്പണിയുന്ന കാര്യമായാലും വാഹനം വാങ്ങുന്ന കാര്യമായാലും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കോ സന്താനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ധനം ചിലവാക്കുവാനും സ്വന്തം കാര്യത്തിനുമൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു വർഷമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2025. പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളിലൊക്കെ പെട്ട് കിടന്നവരാണ് എങ്കിലും അതിൽ നിന്നെല്ലാം മുക്തരായി പാരമ്പര്യ രീതി അനുസരിച്ച് ജീവിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും പേരും പെരുമയും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല അഭിവൃദ്ധിയുടെ കാലമാണ്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചേരും. പൊതുവെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യ വിജയം ഉണ്ടാകും. കടങ്ങളൊക്കെ വീടി സാമ്പത്തികം ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് 2025 വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ്. മനസ്സുഖവും അതുപോലെ തന്നെ ദമ്പതികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. ധനം അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കാതെ വളരെ ശ്രദ്ധ വേണ്ട ഒരു കാലമാണ്. അതുപോലെ തന്നെയാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുവാനൊക്കെ യോഗമുണ്ട്. ഇന്നലെ വരെ അല്ലെങ്കിൽ 2024 മേലധികാരികളൊക്കെ അകൽച്ച ഉണ്ടായിരുന്നവർ അതുപോലെ തന്നെ കീഴ് ജീവനക്കാരെ സഹപ്രവർത്തകരുടെയൊക്കെ നിസ്സഹകരണത്തോടുകൂടി മനസ്സ് ടെൻഷൻ അടിച്ചവർക്ക് തൊഴിൽ സ്ഥലത്ത് മേലധികാരികളുടെ അംഗീകാരം കിട്ടുകയും സ്ഥാനമാനങ്ങൾ കിട്ടുകയും സഹപ്രവർത്തകരുടെ ഒക്കെ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെ ഒക്കെ ഒരു സഹകരണം ഉണ്ടാകുക വഴി വളരെ സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി തൊഴിൽ സ്ഥലത്തുണ്ടാകും. അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ഇടപാടുകാരിൽ നിന്ന് നല്ല ഒരു പ്രതികരണങ്ങളും സഹകരണവും ഒക്കെ കിട്ടുവാനായിട്ട് യോഗമുണ്ട്. അതുമൂലം ധാരാളം ധനം വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. പൂർവികമായിട്ടുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതിനോ
പ്രായമായ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ സന്താനങ്ങൾക്ക് ജോലി ഒക്കെ കിട്ടി സാമ്പത്തിക അഭിവൃദ്ധി കുടുംബത്ത് വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. ദീർഘനാളുകളായിട്ട് കടം കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്ന ധനം ഈ 2025 കിട്ടും. പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് നിയമപരമായ കാര്യങ്ങളിലൊക്കെ പേപ്പറുകളിൽ ഒപ്പുവെക്കുന്നതും ബാങ്കുകളിലൊക്കെ ജാമ്യം നിൽക്കുന്നതുമൊക്കെ അബദ്ധം പറ്റാതെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ സഹപ്രവർത്തകരോടോ കുടുംബത്തോ മറ്റ് സമൂഹത്തിലൊക്കെ ആയാലും സംസാരം വളരെ ശ്രദ്ധിക്കുക. ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്നത് പോലെയാണ് ഈ 2025 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏത് രംഗത്ത് ബന്ധപ്പെടുന്നവർക്കും പ്രവർത്തന രംഗത്ത് അനുഭവപ്പെടുക. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഒക്കെ അവസരങ്ങൾ വരും. അതുപോലെ തന്നെയാണ് നമുക്ക് പണം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്ത് കൊടുക്കുവാൻ ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ മനപ്രയാസമൊക്കെ കുറഞ്ഞിരിക്കും, മനക്ലേശങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ഉദര സംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ, നേത്ര സംബന്ധമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ നല്ല ഡോക്ടറെ കാണുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പൊതുവെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദേവീക്ഷേത്ര ദർശനം നൽകി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച വ്രതങ്ങളൊക്കെ എടുക്കുന്നതും ദേവിക്ക് പായസം, മാല, എണ്ണ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.